In case you haven't heard, there are two new terms that are doing the rounds of social media lately: growth content and nurture content. അപ്പോൾ എന്തിൻ്റെ ഹലാക്കാണ് ഈ ഗ്രോത്ത് ആൻഡ് നർച്ചർ കോണ്ടന്റ്? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെയർ കെയർ പ്രോഡക്റ്റ് സെൽ ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ എക്സാമ്പിളാണ് എടുക്കാൻ പോകുന്നത്. ലെറ്റ്സ് സേ ദിസ് ബിസിനസ് ഹാസ് എ സ്പെസിഫിക് ഹെയർ ഓയിൽ. അപ്പോൾ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് അവരുടെ കസ്റ്റമേഴ്സിന് ഉണ്ടായിട്ടുള്ള റിസൾട്ട്സ്, സോ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസോ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് കോണ്ടന്റാണ് ഗ്രോത്ത് കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നർച്ചർ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ദാറ്റ് യു ഷെയർ ടു കീപ് ആൻഡ് നർച്ചർ ദി എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് that you have with people who are already following you or who have already purchased from you. അപ്പോൾ Instagram സ്റ്റോറീസിൽ ഇടുന്ന behind the scenes content, or if you have brand specific hashtags, പിന്നെ inside jokes, these are the kind of content that falls under this category. Now let's go back to the example of the hair care business. അപ്പോൾ അവരുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനോട് നമ്മുടെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഈ ഹെയർ ഓയിലിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും അധികം ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റും ഈ കാറ്റഗറിയിൽ പെടും. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ടു ആസ്ക് മീ ഇൻ ദി കോമെന്റ്സ് ബിലോ.